കൊല്ലത്തെ ഏറ്റവും വലിയൊരു വിഷൻ ബോർഡ് ഇനി നിങ്ങളുടെ മുന്നിൽ വിഷൻ ബോർഡിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അത് നമ്മളുടെ ഫൈനൽ എക്സാം ആണ്. ഈ ഒരു 3 മാസം നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് നേടാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ക്യാഷ്. മക്കളെ, 2025 എന്ന് പറയുന്നത് ഒരുപാട് ദൂരെയുള്ള ഒരു സംഭവമായിരുന്നു നമുക്ക്. പക്ഷെ എന്നാൽ ഏകദേശം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 2025 വരാൻ പോവാണ്. ഓക്കെ, അപ്പൊ എല്ലാ കൊല്ലവും നമ്മൾ ന്യൂ ഇയർ ആവുന്ന സമയത്ത് ഒരുപാട് റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട്. ഞാൻ ഇന്നതാക്കും, ഈ കൊല്ലം മുതൽ ഞാൻ ഇങ്ങനെയായിരിക്കും, അങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് റെസൊല്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊന്നും ഒരു 3-4 മാസത്തിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റാറുമില്ല. പക്ഷേ ഒരു 3 മാസത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസൊല്യൂഷൻ ആണെങ്കിൽ അത് നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ. അപ്പോൾ 2025 നമുക്ക് ഒരുപാട് റെസൊല്യൂഷൻസ് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഈ വിഷൻ ബോർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്തൊക്കെ വെക്കും. അതായത് നമുക്ക് ഈ കൊല്ലം ഇന്ന രാജ്യത്ത് പോകണം, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം, ഈ ജോലി കിട്ടണം, ഇത്ര കാശ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ എഴുതി വെക്കും. അപ്പോൾ നിങ്ങളുടെ ഈ കൊല്ലത്തെ ഏറ്റവും വലിയൊരു വിഷൻ ബോർഡ് ഇനി നിങ്ങളുടെ മുന്നിൽ വിഷൻ ബോർഡിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അത് നമ്മളുടെ ഫൈനൽ എക്സാം ആണ്. ഇനി നമുക്ക് വെറും 3 മാസം കഷ്ടി നമ്മുടെ കയ്യിലുള്ളൂ. 3 മാസം ഇല്ല, ഒരു 2.5 മാസം എന്ന് വേണമെങ്കിൽ കൂട്ടാം. അതും കുറച്ച് ഓവറാക്കിയിട്ട് മിസ് പറഞ്ഞതാണ്. ഓക്കെ, അതിലും കുറവ് സമയമുള്ളൂ. അപ്പൊ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു A+ എത്തുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടോ? അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഈ കൊല്ലം ആദ്യം മുതലേ നമുക്ക് എന്തുണ്ടാവും, കുറേ ഉഴപ്പി പോയിട്ടുണ്ടാവും, കുറേ കാര്യങ്ങൾ നമ്മൾ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും, കുറേ നമ്മൾ എന്താണ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും, പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെ കുറേ നമ്മളെ കയ്യിൽ നിന്ന് പോയ കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഈ ഒരു 3 മാസം നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് നേടാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ക്യാഷ് അല്ലേ. എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. നല്ലൊരു കോച്ചിങ് കിട്ടണം, അല്ലെങ്കിൽ നല്ലൊരു ക്ലാസ്, നല്ലൊരു ട്യൂഷൻ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് മക്കൾക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ക്യാഷ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലെ എല്ലാവരുടെയും അവസ്ഥ ഫിനാൻഷ്യലി ഒരേപോലെ ആയിക്കൊള്ളണം എന്നില്ല. പല വീടുകളിലും ഫിനാൻഷ്യലി നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളെ മിസ്സിന് തന്നെ പേഴ്സണലി അറിയാം. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിലുള്ളവർക്കും പഠിക്കണ്ടേ? നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റിൽ ഉഴപ്പ് മാറ്റി വെച്ച് മാർക്ക് വാങ്ങണം, എനിക്ക് ജയിക്കണം എന്ന് തോന്നുന്ന മക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ എനിക്ക് ട്യൂഷനൊന്നും പോകാൻ പറ്റിയിട്ടില്ല, എനിക്ക് അത്രയും കാശ് കൊടുത്ത് പോകാൻ പറ്റില്ല മിസ്സേ എന്ന് പറയുന്ന ഒരുപാട് മക്കൾ നമ്മളെ ബാച്ചിനെ പറ്റിയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറയുന്ന സമയത്ത് ഒരുപാട് മക്കൾ കമന്റ് ബോക്സിൽ ഇടാറുണ്ട്. അപ്പൊ അവരും പഠിക്കണം. എജു ബോർഡിന്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് കേരളം പഠിക്കണം. മിസ് ഈ ഒരു വീഡിയോ തുടങ്ങിയപ്പോൾ ബാക്കിൽ വെച്ചിരുന്ന ഒരു സംഭവമാണിത്, കേരളം പഠിക്കണം എന്ന്. എല്ലാവരും പഠിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളെ പേരൻസ് നിങ്ങൾക്ക് പഠിക്കണം എന്ന് പറയുന്ന ഒരു ആവശ്യം നിങ്ങൾ പറയുമ്പോൾ അതിനുവേണ്ടി എന്തും ചെയ്യാൻ അവർ റെഡിയാണ്. ചിലപ്പോൾ അവർക്ക് ഫിനാൻഷ്യലി അത് പറ്റുന്ന ഒരു കണ്ടീഷൻ പോലും ആയിരിക്കില്ല, പക്ഷെ വേറെ എന്തും മാറ്റി വെച്ച് നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ റെഡി ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അവർ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അവർ നിങ്ങളെ അത്രയും ഒരു വിഷനോട് കൂടി പഠിപ്പിക്കുന്നത് വേറെ ഒന്നിനുമല്ല, അവരനുഭവിക്കുന്നത് പോലെ നാളെ നിങ്ങൾ അനുഭവിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾ കാണുന്ന അച്ഛനമ്മമാരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാശ് ചെലവാക്കുന്ന ആൾക്കാരായിട്ട് മാത്രമായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക അല്ലെ. നിങ്ങൾ പറയുന്ന സാധനങ്ങൾ മേടിച്ചു തരുന്ന ആൾക്കാരായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. പക്ഷെ ആ ഓരോ പൈസ അവർ നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടും സ്ട്രഗിളും ത്യാഗവും ഉണ്ടാവും. നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഒരു നേരം നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം വാങ്ങിച്ചു തരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതൊന്നും കഴിക്കുന്ന പോലും ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് നാളെ വരരുത് എന്നുള്ളത് കൊണ്ടാണ് എന്ത് വില കൊടുത്തും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അവർ റെഡി ആവുന്നത്. സോ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവരുത്. നമുക്ക് എല്ലാവർക്കും വേണ്ട എന്താണ്, ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ലൈഫാണ് അല്ലെ, നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ലൈഫ്, സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്. അതിന് നമ്മൾ നാളെ തുടങ്ങാം, മറ്റന്നാൾ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്നാണ് തുടങ്ങേണ്ടത്. ഈ ഒരു ദിവസമാണ്, ഈ ഒരു നിമിഷമാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. നമ്മൾ ലേറ്റ് ആയിട്ട് തുടങ്ങിയാലും കുഴപ്പമില്ല, നമ്മൾ തുടങ്ങാതിരിക്കുന്നതാണ് നമ്മൾ ഏറ്റവും വലിയ തോൽവിയായിട്ട് മാറുക. അപ്പോൾ നാളെ നമ്മളുടെ റിസൾട്ട് വരുന്ന ദിവസം മുതൽ എന്താണ്, നമ്മുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ആ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിന്റെ ഓരോ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആ ഓരോ ട്വിസ്റ്റ് ആൻഡ് ടേൺസിനും തളരാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്നത് ഏറ്റവും ആദ്യം കോൺഫിഡൻസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ ഒരു പഠനത്തിന് സഹായിക്കാൻ നമ്മുടെ എജുപോർട്ട് നിങ്ങളെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് നമ്മളുടെ 2025 റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഫൈനൽ എക്സാം റിസൾട്ട് അല്ലെ, ഫൈനൽ എക്സാം റിസൾട്ട്
റിസൾട്ട് വരുമ്പോൾ നമ്മളെ പേരൻസ് ഹാപ്പി ആവുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ഫൈനൽ എക്സാം കൊണ്ട് നമ്മളെ ജീവിതം തീരുമോ? ഇല്ല. ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രായത്തിൽ നിന്ന് നമ്മൾ ബിൽഡ് ചെയ്യുന്ന നോളജും അറിവ് അല്ലെ, അതാണ് എന്തുണ്ടാവുക, നമുക്ക് മുന്നോട്ടേക്ക് നല്ലൊരു ലൈഫിലേക്ക് എത്താനുള്ള, നിങ്ങളുടെ ഡ്രീംസിലേക്ക് എത്താനുള്ള നോളജ് ഇതാ ഇവിടുന്നാ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ സ്റ്റെപ്പും കയറി ഒരു ദിവസം നമ്മൾ എന്താവും, ഈ ഫ്രസ്ട്രേഷൻസ് ഒന്നും ഇല്ലാത്ത, ഈ സ്ട്രെസ് ഒന്നും ഇല്ലാത്ത ഒരു സക്സസ്ഫുൾ ലൈഫിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടത് വാങ്ങാനും നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാനുള്ള ഫ്രീഡം, ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, അതിലേക്ക് എത്താനുള്ള ഒരു വഴിയാണിത്. അപ്പൊ അതിന് തടസ്സം നിങ്ങൾക്ക് ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഒരു പ്രശ്നമല്ല. നമ്മൾ എജുപോർട്ട് എല്ലാവർക്കും പഠിക്കാനുള്ള രീതിക്ക് നമ്മളുടെ ബാച്ചിന്റെ ഫീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ അടിപൊളിയായിട്ട് തരാണ്. അപ്പോൾ ഇനിയുള്ള ഈ 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റേഴ്സും നമ്മുടെ അക്കാഡമിക് ഇയറിൽ എന്തൊക്കെ പഠിക്കാനുണ്ടോ അത് ഫുൾ പഠിച്ച് ഫുൾ മാർക്കിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ് നമ്മളുടെ ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും, അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, എക്സാംസ് ഉണ്ടാകും. അപ്പോൾ ഒരുപാട് എക്സാംസ് എഴുതുമ്പോൾ എന്തുണ്ടാവും, നിങ്ങൾക്ക് അത്രയും ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ അത്രയും ഒരു എന്താ പറയുക കോൺഫിഡൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് പല ഡൗട്ടുകൾ ഉണ്ടാവും. നിങ്ങൾ ഇക്കൊല്ലം ചിലപ്പോൾ പല സിറ്റുവേഷനിലും നിങ്ങൾക്ക് മനസ്സിലാവാതെ പോയ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. അതേപോലെ AI ടെക്നോളജി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യാം, നിങ്ങളുടെ വീക്ക് പോർഷൻ ഏതാണ്, സ്ട്രോങ് പോർഷൻ ഏതാണ് എന്നൊക്കെ അനലൈസ് ചെയ്യാനുള്ള AI ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മളെ അഡാപ്റ്റ് ഉണ്ട്. പിന്നെ നമ്മളെ മെന്റർഷിപ്പ് സർവീസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. നോക്കിയ മക്കളെ, ക്ലാസ് 7 to 9 വെറും 499 ആണ് നമ്മളുടെ ബാച്ച് വരുന്നത്, നമ്മുടെ ബൂസ്റ്റർ ബാച്ച് വരുന്നത്. ഓക്കെ, 2499 ആണ് ശരിക്കുള്ള എമൗണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് 499 ആക്കിയിരിക്കുകയാണ്. നമ്മൾ SSLC മക്കൾക്കാണെങ്കിൽ അത് ദാ നമ്മൾ 2499 എന്നുള്ളത് 799 ആക്കിയിരിക്കുകയാണ്. ഈ ഒരു എമൗണ്ട് നിങ്ങൾ ഇപ്പോൾ അത് നിങ്ങൾ അച്ഛനമ്മയോടും പറയാം, അത് നിങ്ങൾ അത്രയും എന്താ പറയാ, നിങ്ങൾ തന്നെ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുക. അച്ഛനമ്മയോടും പറയാം, ഇനിയുള്ള ഈ 3 മാസം കൊണ്ട് ഇതുവരെ ചെയ്ത പോലെയല്ല, ഞാൻ അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്, നിങ്ങളെ ഞാൻ പ്രൗഡാക്കും, നിങ്ങളെ ഞാൻ ഹാപ്പി ആക്കും എന്നുള്ളത് വെറും വാക്കല്ല, നിങ്ങൾ അതിന് റെഡി ആയിട്ട് നിങ്ങൾ അച്ഛനമ്മയോടും പറയാ. എന്നുണ്ടെങ്കിൽ ഈ ഒരു 3 മാസം കൊണ്ട് നിങ്ങളുടെ കൂടെ ആ ഒരു ഡ്രീമിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു ബൂസ്റ്റർ ബാച്ചിന്റെ ഈ ഒരു ലാസ്റ്റ് ചാൻസ് ആണ് മക്കളെ. നമ്മുടെ ലൈഫിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എപ്പോഴും ഉണ്ടാവില്ല. നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ അത് നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്യുക, നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. കാരണം ഒരുപാട് കാലം കഴിഞ്ഞിട്ട് അന്ന് അത് ചെയ്യായിരുന്നു എന്നാണ് റിഗ്രറ്റ് ചെയ്തിട്ട് ഒരു കാര്യം, നമ്മളാ തോൽവിയാവുന്നത്. അപ്പോൾ നമ്മളാ ഒരു പരാജയമായി പോയിട്ടുണ്ടാവും അപ്പോഴത്തേക്ക്. പക്ഷെ നമ്മുടെ ലൈഫിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നവൻ എന്നും 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 സക്സസ്ഫുൾ ആയിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ആ ഒരു സക്സസ്ഫുൾ ആവാനുള്ള ജേർണിയിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണിത്. അത് വെക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, ഈ ഒരു ലാസ്റ്റ് ചാൻസ് എന്താ പറയാ ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, നമ്മൾ എജുപോർട്ടിന്റെ ഹോൾ ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാവും ആ ഒരു ഡ്രീംസിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമയം കളയാതെ എന്ത് ചെയ്യുക, എല്ലാവരും ഇനി അങ്ങോട്ടേക്ക് ഈ ഒരു ചാൻസ് മക്കളെ മിസ് ചെയ്യരുത്. ഇതിനി നിങ്ങൾക്ക് കിട്ടിക്കോളുന്നില്ല ഇത്രയും ഒരു ചാൻസ്. നിങ്ങൾ നോക്കിയാൽ കാണാം, പല ഓഫ്ലൈൻ സെന്റേഴ്സ് ആയാലും പല ട്യൂഷൻ സെന്റേഴ്സ്, ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇത്രയും ഒരു എന്താ പറയാ മക്കൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള പോലെയാണ് ഈ ഒരു ബാച്ച് റെഡിയാക്കിയത്. അതായത് എല്ലാവർക്കും പഠിക്കാൻ പറ്റണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ബാച്ച്. അപ്പോൾ ഇതുവരെ നിങ്ങൾ പഠിച്ചില്ലേ, പഠിക്കാതായോ, പോട്ടെ, കുഴപ്പമില്ല. ഇനിയുള്ള ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് നമ്മൾ അടിപൊളിയായിട്ട് ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് ഫുൾ കോൺഫിഡൻസോടുകൂടി നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. അതേപോലെ തന്നെ നമ്മൾ എക്സാം ഫുൾ കോൺഫിഡൻസ് പോയിട്ട് എഴുതി പുറത്തേക്ക് ഇറങ്ങും. നമ്മുടെ പേരൻസിനെ നമ്മൾ പ്രൗഡാക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ പേരൻസിൻ്റെ മുഖത്ത് ആ ചിരി കാണാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ മിസ് ഐ ജോയിൻഡ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.